പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂജിതമാകണമേ നിൻ രാജ്യം വന്നു
പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഇടമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനുടെ രക്ഷയുടെ സന്ദേശം ലോകത്തിൽ നൽകുവാനും മനസ്സായതും നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് മിശിഹായെ പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാശ്ലീഹായെ ഭാരതത്തിലെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിന്റെ കാലത്തിൽ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യം ഭക്തിപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്റെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു ഭയങ്കരം. കാതിലങ്ങേ കനിവഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മളുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളുടെയും ഞങ്ങളുടെ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ പറ്റുന്നവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവ്വരും
ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാസൂചിക്കുന്നത്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലകല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം എല്ലാം വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമാണ്. നമ്മുടെ എല്ലാം വിശ്വാസത്തിൻ്റെ പിതാവായ മാർ തോമസ് ലീഹ താൻ ഈശോയോട് പറഞ്ഞ വാക്ക് തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയ ദിവസമാണ്. ലാസറിന്റെ മരണത്തിൽ അവനെ ഉയർപ്പിക്കുന്നതിന് വേണ്ടി ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാൻ ഈശോ ഒരുങ്ങിയപ്പോൾ ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു ലാസർ മരിച്ചുപോയി എന്ന്. അവൻ ഉറങ്ങുകയാണെന്നാണ് അവർ ധരിച്ചത്. മാത്രമല്ല, യൂദയായിലെങ്ങും ഈശോയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇതൊക്കെ അറിയാവുന്ന
ശിഷ്യന്മാരെ ഈശോയെ തടയുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, യഹൂദനെ കൊല്ലാൻ അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ തോമസ് വളരെ ധൈര്യപൂർവ്വം ഈശോയോടും തൻ്റെ സഹശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവനോട് കൂടെ മരിക്കാൻ നമുക്ക് പോകാം. സ്നേഹമുള്ളവരെ, തോമസ് വളരെ ചുരുക്കമായിട്ട് സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ തോമസിന്റെ ഓരോ ഇടപെടലും വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇടപെടലുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തേതാണ് തോമസ് മുൻപിൽ നോക്കാതെ പറയുകയാണ് അവനോട് കൂടെ മരിക്കാൻ. ഇതിന്റെ ബോധ്യമാണ് യഹൂദർ കൊല്ലാനാണ് അവരെ അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവന്റെ കൂടെ നടന്ന മിക്കവാറും നമ്മുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ പറയുകയാണ് അവനോട് കൂടെ മരിക്കാൻ നമുക്ക് പോകാം, അല്ലാതെ മറ്റൊന്നിനുമല്ല പോകുന്നത്. അവനോട് കൂടെ മരിക്കാൻ നമുക്ക് പോകാം. പത്രോസ് പറയുന്നതിൽ നിന്നുള്ള ഒരു വ്യത്യാസം അതാണ്. പത്രോസ് പറയുന്നത് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത് പത്രോസിന്റെ ആത്മവിശ്വാസം കൂടിപ്പോയതിന്റെ ലക്ഷണമായിട്ട് ഈശോ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ തോമസിന്റെ ആ ഇടപെടലില് ഈശോയ്ക്ക് മറുത്തൊന്നും പറയാനില്ല. ഈശോയ്ക്ക് അറിയാം അവൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറപ്പെട്ട, അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന വചനമാണ് മരിക്കാൻ അവനോട് പോകാം. നമ്മളൊരു തോമസിന്റെ അടുത്ത ഇടപെടലും ഇതുപോലെ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ 14 അധ്യായത്തിൽ കാണും വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഈശോ പഠിപ്പിക്കാൻ കാരണം എന്താ? തോമസിന്റെ സംശയമാണ്. നീ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇത് എവിടേക്കാ പോകുന്നത്? നീ എവിടേക്കാ പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ നീ വഴി തിരിച്ചറിയാൻ ഒരു തരം പരിഭവത്തോടെയുള്ള ഒരു പറച്ചിൽ ഒന്ന് വ്യക്തമായി നീ പറയുന്നല്ലോ. തോമസിന്റെ ചോദ്യത്തിന്റെ അന്തരാത്മക അതിനെ മറ്റു ലക്ഷണം നമ്മൾ സുവിശേഷത്തിൽ കാണും. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈശോ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രീമാർ പറയുന്നത് ഇപ്പോൾ നീ എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ ഈ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാകാത്തവരാണ് തോമസിനെ മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ പഠിച്ചെടുക്കുക. ഇതിനെന്തൊക്കെ പറയുന്നു പിടികിട്ടുന്നുണ്ട്, ചോദിക്കാൻ കഴിയും. നമ്മുടെ ചില ക്ലാസ് കുട്ടികളുടെ ഒരു മനോഭാവത്തോടെ ഇരിക്കുന്ന എല്ലാ ശിഷ്യന്മാരും. പക്ഷെ തോമസ് അതിനൊന്നും നിൽക്കുന്നില്ല. വളരെ കൂടായിട്ട് ചോദിക്കുകയാണ്, നീ ഇതൊക്കെ പറയുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നത്. നീ എവിടേക്കാണ് പോകുന്നത്? നീ അതാദ്യം വ്യക്തമായിട്ട് പറയും, എന്നാലേ ഞങ്ങളൊരു വഴി അറിയാം. അപ്പോഴാണ് പറയുന്നത്. അവിടെയും തോമസിനെ ശകാരിക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ കൃത്യമായി ഈശോ മറുപടി കൊടുക്കുകയാണ്. ഇത് വഴിയും സത്യവും ജീവനും ഞാനാണ്. തോമസിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ചോദ്യമാണ്. മൂന്നാമത്തേത് നമ്മൾക്ക് വായിച്ചു കേൾക്കാം. നമ്മളൊക്കെ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. തോമസ് വളരെ ഉറപ്പിച്ചതെന്ന് പറയുക, കടുപ്പിച്ചതെന്ന് പറയുക, നിങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം എനിക്ക് അവന്റെ ആണിപ്പഴുതുകൾ കാണണം, അവയിൽ വിരലിടണം, അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വയ്ക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. എന്തുകൊണ്ട് തോമസ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഉത്തരവൊന്നും അന്വേഷിക്കേണ്ടതില്ല. താനും ഒരു അപ്പസ്തലനാണ്. മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ ഉച്ചിതനെ കാണാനുള്ള അവകാശം എനിക്കുണ്ട്. കർത്താവിനോട് 3 വർഷം ഉണ്ടും പുറകെയും അവൻ പറഞ്ഞെല്ലാം കേട്ടും പഠിച്ചും അവരോടൊപ്പം യാത്ര ചെയ്തു. അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരോട് പങ്കുവച്ചും ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റ് അപ്പസ്തലന്മാർക്കുള്ള അതേ അവകാശം തനിക്കുണ്ട്. അവരെ കാണണം, ഉച്ചിതനെ കാണണം. എന്റെയും നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഉച്ചിതനെ കാണുവാനുള്ള പ്രത്യാശയാണ്, അല്ലെങ്കിൽ ഈ ഉച്ചിതനെ കാണുന്നതാണ്. ഉച്ചിതനില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസം? പൗരസ്ലിഹയുടെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിലെ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ഞങ്ങളുടെ വിശ്വാസം നിരർത്ഥകമത്രേ. സ്നേഹമുള്ളവരെ, തോമസിലേക്ക് അറിയാം ഇവൻ ഉച്ചിതൻ, അവരെ കാണുന്നതാണ് എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എനിക്ക് അവരെ കാണണം. ഈ അപ്പസ്തലന്മാർക്ക് മറ്റ് ശിഷ്യന്മാർക്കുള്ള അതേ അവകാശം എനിക്കുമുണ്ട്. ഞാനും അവന്റെ അപ്പസ്തലനാണ്. ഈ ബോധ്യത്തിൽ നിന്ന് തോമസ് ലീഹ വാശി പിടിച്ചപ്പോൾ ഈശോയ്ക്ക് വഴങ്ങാതിരിക്കാൻ പറ്റിയില്ല. ഈശോ തോമസ് കൂടെയുള്ളപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അവനെ ക്ഷണിക്കുകയും ചെയ്യുക. നീ വരിക, എന്റെ മുറിവുകൾ കാണുക, നിന്റെ വിരലിടുക, എന്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കുക. തോമസ് ഇങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്ന സുവിശേഷത്തിൽ അവൻ പറഞ്ഞ എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അവൻ ആ ദർശനം മാത്രം മതിയായിരുന്നു. ആ
ഈശോയ്ക്ക് അറിയാമായിരുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് തോമസിന് വേണ്ടി തന്നെ അവൻ കൂടെ ഉള്ളപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവുന്നതും അവരെ ക്ഷണിക്കുന്നതും. അതിലൂടെ ഈശോ ഒരു വലിയ സത്യം പഠിപ്പിച്ചു: കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തോമസിനെ കുറിച്ച് ഈശോ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഡൗട്ടിങ് തോമസ് ആണ്. പക്ഷേ യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല നടക്കുന്നത്. കാരണം ആദ്യം എഴുതുന്ന സുവിശേഷമായ മർക്കോസിന്റെയും അതിനുശേഷം എഴുതുന്ന മത്തായി, ലൂക്കായി ഒന്നും ഇങ്ങനെ ഒരു കാര്യമില്ല. അവിടെയൊക്കെ പറയുന്നത് തന്നെ കണ്ടവർ പറഞ്ഞത് വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസക്കുറവിനെ പ്രതി ശിഷ്യന്മാരെ ഈശോ ശാസിച്ചു എന്നാണ്. അവിടെ തോമസിനെ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ തോമസിനെ എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും. അവിടെ പറഞ്ഞ ശിഷ്യന് മുഴുവൻ അങ്ങനെയായിരുന്നു. ഈശോയെ കണ്ടവർ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാതിരുന്നു. മക്കളുടെ പറയുമെന്ന് പറഞ്ഞു, അവർ വീട്ടിൽ അവർ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പത്രോസ് യോഹന്നാൻ ചെയ്തത് നീ പറഞ്ഞ യോഹന്നാൻ ചെയ്തെന്താ? നേരെ കല്ലറയിലേക്ക് ഓടുക. എന്താ അവിടെ നടന്നറിയാം? അല്ലാതെ അയ്യോ വീട്ടിൽ നിന്ന് കൈ സ്തോത്രം പാടി ശ്രമിക്കുമ്പോഴേ ചെയ്തത്, ഓടുക ചെയ്തത്. അവിടെ എന്താ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരും അവിശ്വാസികൾക്ക് തന്നെയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കൂടുതൽ ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പം മുറിച്ച് കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈശോയാണെന്ന്. ഈശോ ഉടനെ തന്നെ അവർക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവർ തിരിച്ച് നടന്നു. എമ്മാവൂസിലേക്ക് പോയവർ തിരിച്ച് ജെറുസലേമിലേക്ക് നടക്കുകയാണ്. ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റിയെന്ന്. നമ്മളൊരു എല്ലായിടത്തും ഈശോയെ കാണാൻ ശിഷ്യന്മാർക്ക് അവസരം ലഭിച്ചപ്പോൾ തോമസിന് അവസരം ലഭിക്കാതിരുന്ന പേരില് തോമസിന് വാശി പിടിച്ചിരുന്നതാണ്. പക്ഷേ അത് വിശ്വാസപ്രകാരം വിശ്വാസത്തിന്റെ ആഴം കൂടുതലാണ് കാണിക്കുന്നതെന്ന് തോമസിന്റെ ജീവിതം നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ ലേഖനം വളരെ മനോഹരമായിട്ടുള്ള ലേഖന ഭാഗം. ഒരു അപ്പസ്തോലന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അപ്പസ്തോലൻ ഒരു സഭയുടെ അടിത്തറയാണ്. മൂലക്കല്ല് ക്രിസ്തുവും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. എഫേസസിലെ സഭയോട് പൗലോസ് പറയുക, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതായത് സഭ എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിലും പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ഗണമാണ് പ്രവാചക ഗണം എന്ന് പറയുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിലെ പ്രവാചക ഗണമുണ്ട്. അവർക്ക് ദർശനങ്ങൾക്ക് ലഭിക്കുന്ന ആളുകളായിട്ട് കാണുന്നവരാണ്. അവരെയാണ് പ്രവാചകന്മാർ. ഇപ്പോൾ അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന ആ വലിയ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളുമൊക്കെ തോമസ് ഈ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടതാ. ഇതിന്റെ മൂലക്കല്ലാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് തോമസ് നൽകിയ വ്യാഖ്യാനമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ തോമസിനെ വിശ്വാസത്തിന്റെ പിതാവായിട്ട് കാണുന്നത്. സഭാ വിഭാഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് തോമസ്. തോമസിനെ തന്റെ ജീവിതത്തിലൂടെ സുവിശേഷത്തിന് വ്യാഖ്യാനം നൽകുകയായിരുന്നു. താൻ പറഞ്ഞതെല്ലാം വളരെ അച്ചട്ടായി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. വഴി ഞങ്ങൾക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ നീ പോകുന്നതിലേക്ക് എത്തും? ഞാനാണ് വഴി സത്യം ജീവനും കഴിച്ചു പഠിപ്പിച്ചു. ആ വഴിയും സത്യവും ജീവനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തോമസ് മാത്രമല്ല അനേകായിരങ്ങൾ ഈശോയിലേക്കുള്ള വഴി കണ്ടെത്തി ഈശോയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഭാരതം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചുവടെടുത്തു വെച്ചു. എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ ദൈവത്തിനെ ഈശോയുടെ സുവിശേഷത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവരോടുകൂടെ രക്തസാക്ഷിയായി മാറിയ തോമസ് തന്റെ ജീവിതത്തിൽ താൻ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തി. ഇന്ന് തോമസ് നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല. താൻ പ്രസംഗിച്ച സുവിശേഷം അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ല്, മൂലക്കല്ല്. ആ വിശ്വാസ ദീപം കെടാതെ കാത്തു സൂക്ഷിക്കുക. ഏതാണ്ട് 2000 വർഷങ്ങളോളം നമ്മൾ ഈ വിശ്വാസ ദീപം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസ ദീപം നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. കെടാതെ ഇനിയും അത് മുന്നോട്ട് ഒരുപാട് പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ആത്മാർത്ഥതയോടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ എന്നിലൂടെ ഈ വിശ്വാസം കൈമാറിയിട്ടുണ്ടെന്ന്? ഇപ്പോൾ നമ്മളത് പറയുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കൊറോണ കാലം കൊണ്ട് മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം പുതിയ തലമുറയുടെ വിശ്വാസം ക്ഷയിച്ചു വരുന്നത്. നിങ്ങൾ ആ വീഡിയോ സോഫിയ
മുസ്ലിം മതത്തിലേക്ക് പോയ പെൺകുട്ടിയുടെ ഒരു സാക്ഷ്യത്തിൽ ആ പെൺകുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. കത്തോലിക്ക സഭയിൽ എന്ത് നടക്കുന്നു? ആരെ നിയന്ത്രിക്കാൻ? നമുക്ക് പോലീസ് സംവിധാനം സഭയിൽ ആര് നിയന്ത്രിക്കും? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്നുള്ള രീതിയിൽ നടക്കുന്നവർ കൂടി വരുന്ന കാലഘട്ടം. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നമുക്ക് നെഞ്ചത്ത് വെച്ച് പറയാൻ പറ്റുന്നു നമ്മളുടെ വിശ്വാസം കെടാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ തന്നെ മക്കൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഏത് തരത്തിലായിരിക്കും വിശ്വാസം ജീവിക്കുന്നത് കണ്ടറിയേണ്ടി വരും. അങ്ങനെ ഒരു കാലഘട്ടം നടക്കുന്നത്. നമ്മളൊരു തോമസ് പറയുന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിൽ സഭയൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ദൃസാക്ഷി കണ്ടേ ചിന്തിക്കുന്ന ഒരു സംഭവം എളുപ്പം കാണും. കത്തോലിക്ക സഭയിൽ ഒരുപാട് വിഭാഗങ്ങൾ, പിന്നെ തനതായ ശൈലിയിലുള്ള വിഭാഗമാണെന്ന് വിചാരിക്കാം. വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റു തരത്തിലെ എതിർസാക്ഷികളുടെ എത്രയോ സഭകൾ ഉണ്ടാകുന്നുണ്ട്. വിഘടിച്ചു പോയി കുറച്ചു കഴിയുമ്പോൾ ഒരു സഭയായി മാറി മെത്രാപോലിത്തയായി അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിട്ടുള്ള സഭകളുണ്ട്. പക്ഷെ അവർ പറയാം 2000 വർഷം മുമ്പ് തോമസിന്റെ പാരമ്പര്യത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഉണ്ടായത് ഈ കഴിഞ്ഞ ഒരു 10, 20, 25 കൊല്ലം മുമ്പായി. അപ്പോൾ സമന്വയിക്കപ്പെട്ട ഒരു ഭവനമായി ഇന്ന് വിശ്വാസ സമൂഹം നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതവും പ്രവൃത്തിയുമാണ് യഥാർത്ഥത്തിൽ ഈ സമന്വയത്തിന് പരിശുദ്ധാത്മാവിന്റെ ആലയമായി ഈ സഭയെ വളർന്ന് പറയുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഭ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സമൂഹം പരിശുദ്ധാത്മാവിന്റെ ഒരു ആലയമായി വളരണം. നിങ്ങളും, അതായത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയങ്ങളായി മാറും. ഈ തലത്തിലേക്ക് വളരുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ തോമസ് ലിയുടെ ചൈതന്യം ഉൾക്കൊണ്ടവരാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ പൂർവികരെ ജീവിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതം വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അവസരമാണിത്. നമുക്ക് ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ആത്മാവും നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്റെ കർത്താവിന്റെ ദൈവമേ തോമസ് പറഞ്ഞതുപോലെ ഏറ്റുപറയാം. അതോടൊപ്പം തോമസ് പ്രഖ്യാപിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതം സുവിശേഷത്തിന് വേണ്ടി വന്നാൽ ആ ജീവിതം ബലികഴിക്കാൻ പോലും തയ്യാറാണെന്ന് മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പിച്ചാൽ മാത്രം പോലെ തോമസ് ചെയ്തതുപോലെ വിശ്വാസം യഥാർത്ഥ സാക്ഷി നൽകിക്കൊണ്ട് അതിനെതിരെ വരുന്ന ഏത് പ്രതിബന്ധത്തെയും നേരിടാനുള്ള ചക്രത്തോടെ നിൽക്കാനും കൂടെ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ തോമസ് മധ്യസ്ഥ നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ല ഒരു തിരുനാളിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. അതുപോലെ ഇന്ന് യുവജന ദിനമാണ്. നമുക്ക് സഭയിലെ പതാക ദിനമായിട്ട് ക്രിസ്തുവിനെ ആചരിക്കുന്നുണ്ട്. എല്ലാവർക്കും, എല്ലാ യുവാക്കൾക്കും പ്രത്യേകമായിട്ട് ഈ ആവേശം നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. തോമസിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രേക്ഷിച്ച രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ വളർത്താൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്നെ വിളിച്ചായി സുവിശേഷമാകുന്നില്ല ജീവിച്ചുകൊണ്ട് എന്റെ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹയുടെ മാതൃകയനുസരിച്ച് നിന്നോട് കൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നിറങ്ങുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ചായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിർത്തി അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയെയും സഹമത്ര മാർഗോണി പിതാവിനെയും മറ്റൊരു പിതാവും മറ്റേക്കുടി മെത്രാപ്പൊലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാവുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ വിശുദ്ധായെ നിന്നെ ഞങ്ങളുടെ സർവസ്വവുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവും സ്നേഹവുമായി ഞങ്ങൾ നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിതയും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥായ നമ്മുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സാധനമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ. കാഴ്ച എന്നും താലവുമായി നിൽപ്പൂ നിൻ തിരു സന്നിധിയിൽ. നിൻ തിരുമാംസവും രക്തവുമായി തീർക്കണമേ കാഴ്ചകളെ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപം സർവം പോകണമേ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാത്മികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും. ആമേൻ, ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏക സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ, ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തൻ പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും അവതാരജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാരിൽ തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടാൻ സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തോടെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ.
സ്നേഹിതരും വിശ്വസികളുമായ എല്ലാ ഭരണത്താക്കളെയും സത്യവിശ്വസത്തോടെ വെച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്നേഹിക്കുകയും മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കർമ്മ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽക്കുറിച്ച് സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരുണ്യത്താലോചനാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മനതാളത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അക്ഷരങ്ങളിലൂടെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും വൈവിധ്യാനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാനം സമർപ്പമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ കരണ്ടി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും ആരാധമാനന്ദനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ പ്രവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ
പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് അങ്ങ് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബഹിരമാകുലമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമുള്ള അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങൾ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധ്വദിച്ചു പോയി ഞങ്ങൾ സംധരിക്കപ്പെട്ടവരായി ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷ പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി, മാർ ടോണി മെത്രാന് വേണ്ടി, മാർ ജേക്കബ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാപ്പോലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭാ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസിനിമാർ, പ്രേക്ഷിതന്മാർ,
ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സമർപ്പിത മതാധ്യാപകർ, വചന പ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിന്മാരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും വിശിഷ്യ പരിശുദ്ധ യാബ്രേലിന്റെയും പിതാവിന്റെയും മാർത്തോമാസ്ലിഹായുടെയും വിശുദ്ധ ലോരീസിന്റെയും ഭാരതത്തിൽ നിന്നുള്ള വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരുടെയും ദേവദാസന്മാരുടെയും ദേവദാസിന്റെ സ്തുതിക്ക് വേണ്ടിയും വിശ്വാസത്തിന്റെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ വിശുദ്ധയിൽ ഓൺലൈനിലൂടെ സംബന്ധിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റവും ആവശ്യമായിരിക്കും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉപകാരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നിർവചിപ്പിച്ചതിന് വേണ്ടി എല്ലാ സന്യാസികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നല്ല ദൈവത്തിൽ ധാരണമായി ഉണ്ടാകുന്നതിന് വേണ്ടിയും ഇവിടെ സേവനം കടന്നുപോയ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയും ഇപ്പോൾ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി അവരെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവയിലെല്ലാം ദേവാസ്വം ജീവനക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയും വിശിഷ്യ വഴക്കും ഉദ്യോഗങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയും കുദാശ ജീവൻ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസാന്തരത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും കൗമാരക്കാർക്ക് വേണ്ടിയും ചീത്ത കൂട്ടുകെട്ടുകളുടെ നിരീക്ഷണ പ്രസ്ഥാനങ്ങളുടെ വഴി കിടക്കുന്ന എല്ലാ യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും തിരിച്ചുവരവിന് വേണ്ടി തൊഴിലാളികളുടെ എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടി വിവാഹപ്രായത്തിന് വിവാഹങ്ങൾക്ക് വേണ്ടി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും സമസ്ത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരമില്ലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥത്തിന് വേണ്ടിയും ഞങ്ങളുടെ നാടിനെ കാക്കുന്ന എല്ലാ പട്ടാളക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും മതേതരത്വ സൗഹാർദ്ദം ഉണ്ടാകുന്നതിന് വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയും സമർത്ഥമായ സകലവിധ പൈശാചിക ബന്ധങ്ങളും പകർച്ചവ്യാധികളൊന്നും ഞങ്ങളുടെ നാടിന് സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ കൊണ്ടുപോയ വ്യക്തിയുടെയും ആത്മശാന്തിക്ക് വേണ്ടിയും ചികിത്സയുമായിരിക്കുന്നവർക്ക് വേണ്ടിയും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ തൊഴിൽ നഷ്ടപ്പെട്ട ജീവിത പ്രസിദ്ധിയായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങൾ മൂലം മറ്റപകടമുള്ള ജീവിത ക്ലേശമായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായി വരുന്നവർക്ക് വേണ്ടിയും പരീക്ഷകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ ദാതാക്കളായ എല്ലാ കർഷകർക്ക് വേണ്ടിയും അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ആദ്യ കുർബാന സേവനത്തിനായിട്ട് വരുന്ന ഞങ്ങളുടെ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും വിശിഷ്യ സഭയിലെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും അവരെ നയിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കും വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച പോലെ നമ്മൾ വിശുദ്ധമായി പരിഗണിക്കുന്ന രക്ഷത്തിന്റെ ശരീര രക്തങ്ങൾ അർപ്പിക്കുന്ന യാചനത്തിൽ ദേവമാതാവായ കന്യാമറിയത്തിന്റെ നീതിമാന്മാർ വിശുദ്ധമായ പിതാക്കന്മാരുടെ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം വേണ്ടി ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അതുമാത്രം യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയനായ ശിശിയാവുന്ന ജീവനായകമായി സുവിശേഷമായ പ്രവാചകന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ ശുശ്രൂഷിക്കുന്നവർക്ക് വിശുദ്ധമാമതി സജീവവും ജീവിതമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുടെ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും പറയട്ടെ. കർത്താവേമായ ദാസനം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാം തിരഞ്ഞെടുത്തു ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥലക്ഷ്യമായി
സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹബഹുവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മുൻനിരത്താൽ രക്ഷിക്കുന്ന സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം ഞാൻ, മണ്ണിനും വിണ്ണിനും ആഹാരം. ശാശ്വതരായി നിങ്ങൾ ജീവിക്കും, ആത്മാവിലെന്നെ കൈക്കൊണ്ട സ്വർഗീയ ജീവന്റെ അപ്പം ഞാൻ. മന്ന ഭുജിച്ച പിതാക്കന്മാർ മണ്ണിൽ എന്നെ മറഞ്ഞു പോയി. മരിക്കില്ലൊരുവനും ഒരു നാളും, എന്നും ഈ മന്ന ഭുജിച്ചെന്നാൽ സ്വർഗീയ ജീവന്റെ അപ്പം ഞാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ബന്ധത്തിലൂടെ സമീപിക്കാം. അനുതാപത്തെ നമ്മളാകുന്ന ശബ്ദത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിച്ചുകൊണ്ടും സകലരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിട്ട് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും
ദൈവമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിരപ്പിച്ച മനവിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമെന്നുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ തോമസ് ശ്ലീഹയുടെ ഈ അനുസ്മരണത്തിൽ തന്റെ ശരീരങ്ങൾ നമുക്കായി സജ്ജമാക്കിയ വിശ്വാസവരാവട്ടെ. വരുവിൽ ഈ ദിവസം സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മനസ്സേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. മുഖം വാടും നേരവും മനം നീരിടുമ്പോഴും ഉണർവേകി ശാന്തിയേകും മഹാസ്നേഹമേ. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. വയൽ പൂവ് പോലെ കൊഴിഞ്ഞാലുമൊടുവിൽ മമ ജീവസുമം വീണ്ടും വിടരും. നിഴൽ പോൽ മറയുമീ ജന്മമെന്നാലും തെളിയുമെൻ രൂപമാ നിരുപമം വിസ്മയം നിൻ സ്നേഹസാന്ത്വനം. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയാചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും ജീവൻ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം നിന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാസ്ലിഹായെ പോലെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നു. ജീവിതത്തോടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിലെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവമാ പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾക്കൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിനുമേ സ്വസ്തി. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷ്യം ചൂടുന്നതിനുള്ള അനുഗ്രഹം വിശുദ്ധ തോമാസ്ലിഹായ്ക്ക് നൽകിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർവമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ മിശിഹായുടെ വത്സല ശിഷ്യനായ തോമാസ്ലിഹായെ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ അതിന്റെ സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എന്റെ കർത്താവിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശുദ്ധനെ വിവരിച്ച് ദൈവസ്നേഹത്തിനും വിശ്വാസത്തിനും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും പൂർവികന്മാരെ സഭാസന്താനമാക്കുകയും ചെയ്ത ശേഷം രക്തസാക്ഷ്യം കൊണ്ടുവന്ന വിശുദ്ധന്റെ പാദം ലഭിക്കുന്ന തീക്ഷ്ണതയോടെ പ്രേക്ഷിതരെ ചെയ്യുവാൻ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവധികം വേലക്കാർ ചുരുക്കമാകിയാൽ നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നവർ ചെയ്ത കർത്താവേ, വിശ്വാസം വെളിച്ചമേശാത്ത ഭൂപ്രദേശങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളുടെ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെളിച്ചമില്ലാതിരുന്ന ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങേ പ്രിയ ശിഷ്യനായ മാർത്തോമാസ്ലിഹായിലേക്ക് മാറ്റിയ ഞങ്ങളുടെ പിതാവ് തുടങ്ങിയ ചക്രവിശുദ്ധരെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങയെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരിൽ വിദ്യാർത്ഥികളിൽ നിന്നും ധാരാളം പ്രേക്ഷിതരുണ്ടാകുവാൻ നൽകണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ ഭാരതം മുഴുവനും അങ്ങേ രക്ഷാകരങ്ങളുടെ സ്വർഗീയ ഫലം അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ അങ്ങയെ കണ്ട് നിത്യാത്മ അനുഭവിക്കുവാനും വരുത്തണമേ. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മധ്യസ്ഥ സഹായവും സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ ഇടവകയോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ഞങ്ങളൊരു 8 മണിക്കാണ് അടുത്ത കുർബാന. ഈ വചനത്തിന്റെ ഭാഗമായിട്ട് പതാകത്തിന്റെ ഭാഗമായിട്ട് KCMന്റെ അധികാരമായിട്ടുള്ള അധ്യക്ഷനാണ് വിലയിരുത്തുന്നത്. അത് KCMന്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് ഇടുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ യൂട്യൂബ് ചാനലിലും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത കാര്യം പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും ദുഃഖാനന്ദരുടെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഹാപ്പി ഫീസ്റ്റ്. ഈശ്വരിയായിരിക്കും സ്ത്രീയായിരിക്കും. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാത്തോവാമി തെളിച്ച മാർഗത്തിനായിരങ്ങൾ ആനന്ദശാന്തി കണ്ടു.